ആ ഇതാരാ ലച്ചൂട്ടിയോ? മോളുടെ എക്സാം ഒക്കെ കഴിഞ്ഞോ? ആ അത് കഴിഞ്ഞു. ആന്റി എന്താ വീട്ടിലേക്കൊന്നും വരാത്തെ? അത് മോക്ക് എക്സാം അല്ലേ? അതിപ്പോഴല്ലേ, അല്ലെങ്കിലും ആന്റി വരില്ലല്ലോ. ഇനി വരാട്ടോ. അമ്മ ഡ്യൂട്ടിക്ക് പോയോ? ഓ, അമ്മ ഒറ്റ ദിവസം പോലും ലീവാക്കൂല. ആന്റി എന്താ ജോലിക്ക് പോവാത്തെ? അത് പിന്നെ ആന്റിക്ക് ജോലി കിട്ടാത്തോണ്ടല്ലേ? അതൊന്നുമല്ല, എനിക്കറിയാം. എന്താ? ആന്റി ജോലിക്ക് പോവാത്തത് അങ്കിൾ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ. ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞല്ലോ. അതൊക്കെ വെറുതെ പറയുന്നതാ. ആന്റി കോളേജിൽ പഠിക്കും മോഡലിങ്ങിനൊക്കെ പോവായിരുന്നില്ലേ? പിന്നെന്താ അതൊക്കെ നിർത്തിയേ? കല്യാണം കഴിഞ്ഞപ്പോ അതൊക്കെ നിർത്തി. ഷോ, നിർത്തണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടാ. ആ ഡ്രസ്സൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടോ? ഓ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആന്റി അങ്ങോട്ട് വാ. മോള് പോയിക്കോ, ഞാൻ വരാം. ഹലോ സർ. വിവേക്, ഇന്ന് തീയതി 28ആയി. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നീ വേറെ ജോലി നോക്കേണ്ടി വരും. സർ, ഞാനിപ്പോൾ ഒരാളെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ഇത് തന്നെ എൻ്റെ സ്വന്തം റിസ്കിലാണ് ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ. സോറി സർ, ആവുന്നത്ര വേഗം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എനിക്ക് മേലെ നിന്നും അത്രയേറെ പ്രഷറുണ്ട്, അറിയാലോ. അറിയാം സർ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാ ശരി. എന്താ? നീ എവിടെയാ? നീ കാര്യം പറ. നീ എന്നോടൊന്നും മിണ്ടാതെ ബെഡ് കോഫി പോലും കഴിക്കാതെയല്ലേ പോയത്? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഒരു കിന്നാരം. വിളിച്ചെന്തിനാന്ന് പറ. വെറുതെ വിളിച്ചതാ. നീ തിരക്കിലാണെങ്കിൽ വെച്ചു. ഇത് പറയാനാണോ നീ വിളിച്ചത്? സോറി, നീ വെച്ചോ. ഞാൻ കാണാൻ വരാൻ വേണ്ടി നോക്കുമായിരുന്നു. നീ കുറെ നാളായല്ലോ വരാൻ തുടങ്ങിയിട്ട്. വിളിച്ചാൽ നിനക്ക് ആ ഫോണൊന്നും എടുത്തൂടെ? വിളിച്ചായിരുന്നോ? കണ്ടില്ല. ബൈക്ക് മാറ്റിയിട്ട് കാറൊക്കെ ആക്കിയില്ലേ? ആ ഒരു ചെറിയ അടവിന് കിട്ടിയപ്പം എടുത്തുന്നുള്ളൂ. ഇപ്പോൾ എത്ര മാസത്തെ വാടക തരാനുണ്ടെന്ന് വല്ല പിടുത്തോണ്ടോ? 5 മാസമല്ലേ? 5 അല്ല 6. വാടകയല്ലേ? തരാം. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ ഇത്രയും വലിയ വീടൊന്നും എടുക്കണ്ടെന്ന്. ഒരു 3000 രൂപയുടെ വീടെടുത്താൽ പോരായിരുന്നോ? അപ്പോൾ നിന്റെ ഭാര്യ വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടിയാണ്.
അവളെ ചെറിയ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാ കാലവും ഒരുപോലെ ആവില്ലല്ലോ. നിന്റെ കാലം നന്നാകുന്നവരെ ഹൗസ് ഓണർ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചേട്ടാ, എന്നെ അങ്ങനെ കൈവിടല്ലേ പ്ലീസ്. വണ്ടീൻ്റെ അടവ് ഇപ്പം മുടങ്ങി കിടക്കുക. അപ്പോൾ കുറച്ച് നാളത്തേക്ക് എൻ്റെ കൂടെ എങ്ങനെയെങ്കിലും നിന്നേ പറ്റും. ഒന്ന് ഹൗസ് ഓണറോട് പറഞ്ഞിട്ട് പ്ലീസ്. ആ, നിന്നെ എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആയിക്കോട്ടെ, കാണാം. ആ, ആയിക്കോട്ടെ. ഹലോ മാഷേ. ആ, എന്താ കൃഷ്ണ ഇവിടെ? എന്തൊരു മാറ്റാ മാഷേ ഇത്. 5-6 കൊല്ലം കൊണ്ട് ഒരാൾ ഇങ്ങനെ മാറുമോ? എന്നിട്ട് ഒറ്റ നോട്ടത്തിൽ നീ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. ഫുൾ ഡൈ ആണല്ലോ, ഗ്ലാമറൊക്കെ പോയി. പക്ഷേ നിനക്കൊരു മാറ്റവും ഇല്ല. ഇപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാന്നേ തോന്നുന്നു. ആയിക്കോട്ടെ മാഷേ, നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? ഞാനിവിടെ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നതാ. ടൈമൊക്കെ പറഞ്ഞിട്ടാ വന്നത്. ഇപ്പൊ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. അതിന്റെ സന്തോഷത്തില് ഞാനങ്ങനെ ഇരുന്നതാ. ആ, നീ എന്താ ഇവിടെ? 6 മാസമായിട്ട് ഞാൻ ഇവിടുത്തുകാരിയാ, ഇവിടെ ഫെഡറൽ ബാങ്കില്. അല്ല മാഷിപ്പ് എന്താ പരിപാടി? കല, സാഹിത്യം, സിനിമ, അതോ ഏതെങ്കിലും ഓഫീസിൽ ഫയലുകൾക്കും കമ്പ്യൂട്ടറിനും മുന്നിലിരുന്ന് ജീവിതം തീർക്കുവാണോ? ഒന്നുമല്ല, ഞാനിപ്പോ ഒരു കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ടാർഗറ്റ് തയ്ക്കാനുള്ള അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. അതങ്ങ് പോയി കിട്ടും. ഭൂമി ഇങ്ങനെ വിശാലമായി കിടക്കുമല്ലേ, അടുത്ത പണി അന്വേഷിക്കാം. മികച്ച പഠിപ്പിസ്റ്റ്, പ്രസംഗം കൊണ്ട് ക്യാമ്പസിനെ ഇളക്കി മറിച്ച പ്രസംഗകൻ, തുടർച്ചയായി ബെസ്റ്റ് ആക്ടർ അവാർഡ് അടിച്ചു മാറ്റിയിരുന്ന സകലകലാവല്ലഭൻ. ഞങ്ങൾ ജൂനിയേഴ്സിന്റെ രോമാഞ്ചവും റോൾ മോഡലും ഒക്കെ ആയിരുന്ന വിവേക് നെല്ലിച്ചിറയ്ക്ക് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? അതൊക്കെ അവിടെ തീർന്നു. ഇപ്പോ ഒരു നല്ല ജോലി അന്വേഷിക്കില്ല ഇപ്പോ എന്റെ മെയിൻ ജോലി. ഇങ്ങനെ നിരാശാകാമൂരം പോലെ ഇരിക്കാതെ പഴയ മാഷാവണം. തന്റെ വിശേഷം പറയടോ. എനിക്കെന്ത് വിശേഷം? അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ഞാനും അമ്മയും സുഖം. അപ്പോ നീ ഇപ്പോഴും ഒറ്റത്തടിയല്ലേ? ഭാഗ്യവതി. അനിയത്തിക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോ അതങ്ങ് നടത്തി. പിന്നെ എന്റെ കാര്യം, അതിനിയും സമയമുണ്ടല്ലോ. അല്ല, 2 വീട്ടുകാരെ എതിർത്തിട്ടും മാഷ് എന്തായാലും പ്രേമിച്ച പെണ്ണിനെ തന്നെ കെട്ടിയല്ലോ. അനുഭവം എന്തായാലും ഭാഗ്യമുള്ളവളാ. എന്ത് ഭാഗ്യം. സത്യം പറഞ്ഞ ഒന്നും വേണ്ടായിരുന്നു. എന്താ, എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം വല്ലതും? പ്രശ്നങ്ങളേ ഉള്ളൂ. ആർക്കും അസൂയ തോന്നുന്ന ലവ് ബേർഡ്സ് ആയിരുന്നല്ലോ നിങ്ങള്. ആയ വ്യത്യാസം പോലും മറന്ന് എടാ പോടാന്ന് വിളിച്ചു നടന്ന നിങ്ങൾക്ക് എന്തു പറ്റി? അതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ. വെളിയൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്നാലും എന്തോ കല്യാണം കഴിയുന്നതോടെ പ്രണയം അവസാനിച്ചു. പിന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേട്, അതൊരു വിപ്ലവ കല്യാണം കൂടി ആകുമ്പോൾ ആരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ലല്ലോ. പക്ഷെ പിരിഞ്ഞിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? അതൊക്കെ പറഞ്ഞ മഹാബോറ. പറ മാഷേ, ആ മൈൻഡ് ഒന്ന് ഫ്രീ ആട്ടെ. ഒന്നല്ലെങ്കിലും ഞാൻ പരിചയപ്പെടുത്തിയ ആളെ ഞാൻ പോലും അറിയാതെ പ്രണയത്തിൽ വീഴ്ത്തിയ ആളല്ലേ? എന്ന് വെച്ചാ അനുപമയെ പരിചയപ്പെടുന്നതിനേക്കാൾ മുമ്പേ നമ്മളാണ് പരിചയപ്പെട്ടത്. ആവോ, അറിയില്ല. എനിക്ക് ഗൾഫിൽ നല്ലൊരു ജോലി ശരിയായ സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി. അവളെ തനിച്ചാക്കി പോകാൻ വയ്യാത്തത് കൊണ്ട് ആ ജോലിക്ക് പോകാനായില്ല. പിന്നെ ഇവിടെ ഒരു ജോലിക്കായുള്ള നെട്ടോട്ടം, പല സ്ഥാപനങ്ങൾ, പല ജോലി, ഒന്നും ശരിയായില്ല. എന്നിട്ടും നല്ല സൗകര്യമുള്ള വീട്ടിലാണല്ലോ അവൾ വളർന്നത്. അപ്പം അതിനനുസരിച്ചൊരു വാടക വീടെടുത്തു. അവളുടെ കാര്യങ്ങൾക്കൊന്നും ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല. എന്നിട്ടും എപ്പോഴും പരാതിയും പരിഭവവും മാത്രം. ഞാൻ അവളെ കെയർ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല. ഞാനീ ഓടുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ അവൾക്ക് വേണ്ടിയാ. ഇതൊക്കെ ആര് കണ്ടു? അതവളുടെ സ്നേഹം കൂടുതലുണ്ടാവും. നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇതിനും ഏതിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണോ സ്നേഹം? വയ്യ കൃഷ്ണൻ,
മടുത്തു. ഈ കാല് ബന്ധമായപ്പോഴുള്ള ഈ ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറേയായി. ഈ അഡ്ജസ്റ്റ്മെന്റ് ലൈഫിനൊക്കെ ഒരു പരിധിയില്ലേ? അങ്ങനെ ഡസ്പാവല്ലേ, എല്ലാം ശരിയാവും. ആകും. മാഷിന്റെ നമ്പർ ഞാൻ വിളിക്കാം. അന്ന് ജൂനിയേഴ്സിനെ നാടകം പഠിപ്പിക്കാൻ വന്ന മാഷെ വിളി ഇനിയും മറന്നിട്ടില്ലല്ലേ? അങ്ങനെ മറക്കാത്തത് എന്തെല്ലാം. അതൊക്കെ പോട്ടെ, ഒക്കെ നമുക്ക് ശരിയാക്കാന്നേ, ഞാനുണ്ട് കൂടെ. ഈ നിരാശനായ വിവേകിനെ ഞാൻ പഴയ വിവേക് നെല്ലിച്ചിറയാക്കി തരും. എല്ലാം വാരി കെട്ടിട്ട് എങ്ങോട്ടാണാവോ? ഞാൻ പോവാൻ തീരുമാനിച്ചു. അതാ ചോദിച്ചത് എവിടേക്കാന്ന്. അതറിയില്ല. എന്തായാലും നിന്റെ കൂടെ ജീവിക്കാൻ ഇനി ഞാനില്ല. എന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? പെട്ടെന്നല്ല, കുറെ നാളായി ഞാൻ എടുത്ത തീരുമാനം ഇത്. ഇതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നിനക്ക് ചേരില്ലെന്ന് തോന്നി തുടങ്ങിയോ? മനസ്സിലായില്ല. സ്ഥിരമായ ജോലിയും വരുമാനമില്ലാത്ത ഞാൻ. അന്ന് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുമ്പോഴും ഈ പറഞ്ഞൊന്നും നിനക്കുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്തുണ്ടായി? രണ്ടു മനസ്സുമായി ഒരു കൂഴക്കീഴിൽ അന്യരെ പോലെ കഴിയുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നതാ. അന്യരെ പോലെ അകന്നു മാറുന്നത് ഞാനാണോ? കുറച്ചു നേരം എൻ്റെ അടുത്തൊന്ന് ഇരിക്കാൻ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നിനക്ക് സമയമില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ട് തന്നെ മാസങ്ങളായി. എന്നിട്ടിപ്പോ അകന്നു മാറിയത് ഞാനാണല്ലേ? 100 കൂട്ടം പ്രശ്നങ്ങളാണ് എൻ്റെ തലയിലേനോ. അതിനിടയ്ക്ക് പ്രണയിക്കാനും കെട്ടിപ്പിടിച്ച് കിന്നാരം പറയാനൊന്നും സമയം കിട്ടുന്നില്ല. എന്നെ മനസ്സിലാക്കാത്ത ആളുടെ കൂടെ തുടർന്നു പോകണമെന്ന് എനിക്കുമില്ല. വിവേക്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്നോട് കാണിച്ച സ്നേഹമൊക്കെ എന്നെ കല്യാണം കഴിച്ചപ്പോ ഇല്ലാതായോ? അതോ അതൊക്കെ വെറും അഭിനയമായിരുന്നോ? അഭിനയിച്ചത് മുഴുവൻ നീയാണ് മികച്ച നടി. നിന്റെ അഭിനയം കൊണ്ട് എനിക്ക് നഷ്ടമായത് ഗൾഫിലെ നല്ലൊരു ജോലിയാണ്, എന്റെ ജീവിതമാണ്. ഗൾഫിലെ ജോലിയല്ല, ലോകത്തിലെ മറ്റെന്തിനേക്കാൾ വലുത് ഞാനാണെന്ന് പറഞ്ഞിട്ടല്ലേ തിരക്കിട്ട് കല്യാണം നടത്തിയത്? അത് ഞാനാണോ? ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പം വേറെ കല്യാണം ഉറപ്പിച്ചു, ഇപ്പൊ കല്യാണം കഴിച്ചില്ല ഞാനങ്ങ് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ നിലവിളിച്ച് പറഞ്ഞപ്പോ രാത്രിക്ക് രാത്രി നിന്നെ ഇറക്കി കൊണ്ടുവന്ന് കല്യാണം കഴിച്ച ഞാൻ തെറ്റുകാരൻ അല്ല. തെറ്റ് മുഴുവൻ എന്റേതാ. നിന്നെ പ്രേമിച്ചതും നീ വിളിച്ചപ്പം ഇറങ്ങി വന്നതും ഒക്കെ എന്റെ തെറ്റ്. അത് ഞാൻ തിരുത്താം, ഞാൻ ഒഴിവായി തരാം. ഇന്നൊരു രാത്രി കൂടി നീ എപ്പോ എവിടെ വേണമെന്ന് പറഞ്ഞാ മതി, ഞാൻ വരാം. ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തരാം. ഇപ്പൊ തിരിച്ചു തന്ന എന്തൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് നിന്റെ വീട്ടുകാർ? അങ്ങനെ ഓഫറുകൾ വെച്ച് നീട്ടി കാത്തിരിക്കുന്നവരല്ല എന്റെ വീട്ടുകാർ. പിന്നെ എങ്ങോട്ടാ ചാടി പുറപ്പെടുന്നത്? എന്തായാലും മരണത്തിലേക്കല്ലേ, ഇനി എങ്ങോട്ടായാലും എന്താ? അറിഞ്ഞിരിക്കണല്ലോ, ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, മറുപടി കൊടുക്കണ്ടേ? ടൗണിൽ റെഡിമെയ്ഡ് ഷോപ്പിൽ ഒരു പണി ശരിയായിട്ടുണ്ട്. അതിനടുത്തൊരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്, അവിടെ താമസവും. തൽക്കാലം അത് മതി. അപ്പോ ഒറ്റയ്ക്കാണെങ്കിലും തയ്യാറായി തന്നെ പുറപ്പാടല്ലേ? അല്ലാതെ തോറ്റു പിന്മാറുമെന്ന് കരുതിയോ? അരുത്, നീ തോക്കരുത്. തോൽവികളെല്ലാം എനിക്കിരിക്കട്ടെ. ഹലോ കൃഷ്ണേ. അനുപമ എന്തു പറയുന്നു? അവള് പോവടി. എവിടേക്ക്? സ്വന്തം വഴി തേടി പോകുന്നു. എന്നുവെച്ചാ? അത് തന്നെ, ഡൈവോഴ്സ്. ഡിവോഴ്സോ? ഒരു കണക്കിന് അത് തന്നെയാ നല്ലത്. ഒത്തുപോകാൻ പറ്റില്ല എന്ന് വന്നാൽ പിരിയണം. ഞാൻ ജീവിക്കുന്നത് തന്നെ വേറെ ആർക്ക് വേണ്ടിയാ? എല്ലാം നഷ്ടപ്പെടുത്തിയതും ഈ കഷ്ടപ്പെടുന്നതൊക്കെ അവൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ, മാഷ് വിഷമിക്കാതിരിക്കെ, ഒക്കെ ശരിയാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. അവിടെ ഇതുവരെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ?
അമ്മയ്ക്കോ? അതെ, മാഷിനെ മരുമകനായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിലും ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. നാളെ പറയാമെന്ന് കരുതി മാറ്റിവെച്ച പിന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അത് ഞാൻ ഇന്നലെ തീരുമാനിച്ചതല്ലേ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറ. എന്താണാവോ മനസ്സിലാക്കേണ്ടത്? നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്റെ സ്വപ്നങ്ങൾ, എന്റെ അംബിഷൻ വല്ലത് നിനക്കറിയോ? 80% മാർക്കോടെ PG പാസ്സായി എനിക്ക് എത്ര നല്ല ജോലികൾ വന്നതാ. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതെല്ലാം നീ നിരസിച്ചില്ലേ? നിന്റെ കോംപ്ലക്സ്. ഒന്ന് പുറത്തെ ആകാശം കാണാൻ, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ, ചിരിക്കാൻ എനിക്കും കൊതിയുണ്ട്. എടി വിവേക്, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നത് ഭാര്യയായിട്ടാ, അല്ലാതെ അടിമയായിട്ടല്ല. ഞാൻ നിന്നെ അടിമയാക്കിയെന്നാണോ? നിന്റെ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ എപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതിന് നീ എപ്പോഴെങ്കിലും എന്നെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിനക്ക് എപ്പോഴും തിരക്കല്ലേ. ഞാൻ എന്തെങ്കിലും പറയാൻ വന്നാ അപ്പൊ ദേഷ്യവും. എന്റെ അനു, ഇതൊന്നും മനഃപൂർവ്വമല്ല. നീ നല്ലൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ. ആ നിനക്ക് നല്ലൊരു ജീവിതം തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുള്ള ഓട്ടപ്പാച്ചില്ലായിരുന്നു. അല്ലാതെ നിന്നെ ഞാൻ വേണമെന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്തിട്ടില്ല. അത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്. എന്താണ് എന്റെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കേണ്ടത്? മനസാക്ഷിക്ക് നിരക്കാത്തത് ഞാൻ ചെയ്തത് നിന്നോടല്ല, എന്റെ വീട്ടുകാരോടാ. അവരുടെ വാക്ക് കേൾക്കാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്ന കല്യാണം കഴിച്ച് എന്റെ കൂടെ താമസിപ്പിച്ചത്. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഇനിയും നീ ആ മനസാക്ഷി കുത്തോടെ ജീവിക്കണ്ട. ഞാൻ മാറി തന്നേക്കാം. ഓഹോ, എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇറങ്ങുന്നു. എനിക്കുമുണ്ട് എന്റേതായ ആകാശം. നീ നിന്റെ ആകാശം തേടി പോയിക്കോ, ഞാൻ തടയില്ല. തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയും വേണ്ട. തിരിച്ചു വിളിച്ചാലും വരുമെന്ന് വ്യാമോഹിക്കുകയും വേണ്ട. എന്നാ ഇറങ്ങി പോടി. നീ ബന്ധമൊഴുങ്ങി 24 മണിക്കൂറിനുള്ളിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഇവിടെ വരും, നിന്റെ പകരക്കാരിയായി. ഹലോ കൃഷ്ണ. The number you are trying to call is currently not reachable. ഇതെന്താ നീ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? നീ ഇതെവിടെ പോയതാ? ഞാനാ കുരിശടിയില്. കുരിശടിയിലോ? ഇതെന്താ പുതിയ ശീലങ്ങൾ? 3 വെള്ളിയാഴ്ച മുടങ്ങാതെ അവിടെ മെഴുകുതിരി കത്തിച്ച ഏത് കാര്യം നടക്കുന്ന അമ്മച്ചി പറഞ്ഞേ. ഓ, നിനക്കിപ്പോ എന്ത് കാര്യം നടക്കേണ്ടത്? ഒരുപാടൊന്നുമില്ല. നിന്റെ ഈ അലച്ചിലുകളൊക്കെ ഒന്ന് അവസാനിച്ച് നിനക്ക് നല്ലൊരു ജോലി കിട്ടണം. ആ, എന്നിട്ട് നമ്മളെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ നമ്മൾ ഹാപ്പിയായി ജീവിക്കണം. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. അത്ര അല്ലല്ലോ. നീയല്ലേ ഇന്ന് ഏതോ ക്ലയന്റിനെ അർജന്റായി കാണാൻ പോണെന്ന് പറഞ്ഞേ? ഇവിടെ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരുന്നാലേ ആളാളുടെ വഴിക്കൂ. എന്റെ മെക്കെട്ട് കയറാൻ വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവും. നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? നിന്റെ ആകാശങ്ങൾ ഞാനിങ്ങനെ അടച്ചിട്ടതിന്, നിന്നെ ഇങ്ങനെ കൂട്ടിലടച്ചതിന്, നിന്റെ സ്വപ്നങ്ങൾക്കും ആകാശങ്ങൾക്കും ഞാൻ അതിർത്തി നിശ്ചയിച്ചതിന്. നിനക്ക് എന്ത് പറ്റി?
എന്നെ നോക്കിയൊന്ന് ചിരിക്കാൻ പോലും നേരമില്ലാത്ത നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സമയം കിട്ടിയല്ലോ നോർക്കുമ്പോഴാ. അല്ലാതെ ഒരു ദേഷ്യവും പരിഭവോ ഒന്നും എനിക്കില്ല. നമുക്കൊരു ഡ്രൈവ് പോയാലോ? ഡ്രൈവോ? നിനക്കെന്താ വട്ടായോ? ഇടയ്ക്ക് ഇത്തിരി വട്ടുള്ളത് നല്ലതാ. നീ റെഡിയാവാൻ നോക്ക്. പോകുന്ന വഴി രാജുവേട്ടനോട് ഒന്ന് കാണും. നിനക്ക് കല്യാണിലൊരു അക്കൗണ്ടന്റിന്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നോട് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഇല്ല, ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലപ്പിത്ര ആയില്ലേ, നിനക്കിതെന്ത് പറ്റിയെന്ന് ആലോചിക്കുകയായിരുന്നു. അതിന്റെ ഒരു സത്യം പറ, നിനക്കിത് എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് കോഫി കഴിക്കുന്നേ. പ്രണയിച്ചിരുന്ന 4 വർഷങ്ങൾ ഈ 3-4 വർഷങ്ങളായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ? നമുക്കത് തിരിച്ചു പിടിക്കണ്ടേ? ഇന്ന് നിന്റെ ആ പഴയ ഫ്രണ്ട് വിളിച്ചായിരുന്നു. ഏത് ഫ്രണ്ട്? നിന്റെ ആ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണേന്ദു. എന്തു പറ്റി? ഒന്നുമില്ല. എന്നിട്ട് അവളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു, കുട്ടിയെ. അവൾക്ക് ഇതുവരെ കല്യാണം ഒന്നും ആയിട്ടില്ല. അവക്ക് എവിടെ നിന്ന് നിന്റെ നമ്പർ കിട്ടിയത്? ആവോ, ഇനി അവൾക്ക് നിന്നോട് വല്ല പ്രേമം ഉണ്ടാവും. അതാണോ ഇനി അവൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നേ? റെഡിയാവ്. അല്ല, സത്യത്തിൽ നമ്മൾ എങ്ങോട്ടേക്കാ? നീ പറഞ്ഞോ. നിന്റെ മുമ്പിൽ വർഷങ്ങളായി ഞാൻ അടച്ചിരിക്കുന്ന ആകാശങ്ങൾ ഇതാ നിനക്കായി തുറന്നിരിക്കുന്നു. ഈ ആകാശത്തിന്റെ കീഴിലൂടെ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. നിന്റെ ആകാശമല്ല, നമ്മുടെ ആകാശം. അതിന്റെ കീഴിൽ എങ്ങോട്ട് പോകാനും ഞാൻ റെഡിയാ. എന്നാ പോവാം.